കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാ. അവര് എത്ര ശതമാനം വഹാബിയുണ്ട് എന്നുള്ള ശ്രമം നടത്തുക. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നാശകാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രഭാഷകൻ. അപ്പൊ ആ സമസ്തയെ ഭിന്നമാക്കി ആ സമസ്ത മുഴുവനും വഹാബിയാണ്, സമസ്തയിലുള്ളവരെ നിങ്ങളൊക്കെ സുന്നിയാണെന്ന് പറഞ്ഞ് കാന്തപുരം നേതൃത്വം കൊടുക്കുന്ന ആ AP സമസ്തയിലേക്ക് പോകണം, അതാണ് നിങ്ങൾക്ക് ഖൈറ് എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞില്ലെങ്കിലും ആ അർത്ഥം വരുന്ന ദ്വയാർത്ഥമുള്ള പ്രഭാഷണമാണ് ഈ കാസിനി ഇപ്പോൾ നടത്തുന്നത്. എന്താ ഈ കാസിനി സമസ്തയെ ഉപദ്രവിക്കാതെ കൊല്ലങ്ങൾ കുറയായി. സമസ്തക്കാർക്ക് അത് മനസ്സിലാവാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ശംസുലിനോട് പേര് പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ശംസുലിനോട് പേര് പറയുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫദ്ല് കൊണ്ട് നമുക്കൊക്കെ റമദാനിന് ശേഷം റമദാന്റെ ആഘോഷവും റമദാന്റെ നോമ്പും ഈദുൽ ഫിത്ർ പെരുന്നാളും എല്ലാം കഴിഞ്ഞ് വലിയൊരു ദുഃഖകരമായ സന്ദർഭം നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. അത് വളരെയധികം ഗൗരവത്തോടുകൂടെ മുസ്ലിം ലോകം കാണുന്നുണ്ട്. വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുമ്പോൾ ആ നിയമ ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത് മുസ്ലിം സമുദായത്തിന്റെ കോടിക്കണക്കിന് രൂപ വില വരുന്ന സമ്പത്ത് പിടിച്ചെടുക്കുക വഴി, കോടിക്കണക്കിന് വില വരുന്ന സമ്പത്ത് പിടിച്ചെടുക്കുക വഴി മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുക എന്ന ഗൂഢമായ ഒരു ശ്രമമാണ്. അത് ഒരു സംശയത്തിനും അവകാശമില്ലല്ലോ. ഗുജറാത്തിലൂടെ ഒരുപാട് ജനങ്ങളെ കൊന്നൊടുക്കി ഭീകരമായ ഒരന്തരീക്ഷം സൃഷ്ടിച്ച് മനുഷ്യന് ഗുജറാത്ത് റോഡിൽ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ച ഒരു ഭീകരനാണല്ലോ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നിട്ടുള്ളത്. അതും ആ ഗുജറാത്തിന്റെ അനുഭവം പറഞ്ഞ് ഗുജറാത്ത് പറഞ്ഞാണല്ലോ അധികാരത്തിൽ വന്നത്. എന്നാൽ ഗുജറാത്തിൽ നടന്ന സംഭവങ്ങൾ ശരിയായ രീതിയിൽ ഒരു മറയും കൂടാതെ അവിടെ നടന്ന സംഭവങ്ങൾ അങ്ങനെ തന്നെ അക്കമിട്ട് പഠിപ്പിച്ചുകൊണ്ടൊരു സിനിമ രംഗത്ത് വന്നപ്പോൾ ആ സിനിമയ്ക്കെതിരെ വേവലാതി BJPക്കാർ ഒന്നടങ്കം രംഗത്തിറങ്ങി. എന്തിനാ ഒരു സിനിമയെ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഭയപ്പെടാൻ മാത്രം കാര്യങ്ങളുണ്ട്. ഗുജറാത്തിൽ അവർ ചെയ്ത മുഴുവൻ കൊള്ളയും മുഴുവൻ കൊലപാതകവും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമ നിരോധിക്കണം, സിനിമ പുറത്തു വരാൻ പാടില്ല. അവസാനം 18 ഭാഗം വെട്ടിക്കളഞ്ഞുകൊണ്ട് ആ സിനിമ പുറത്തു വന്നു. അത് പുറത്തു വന്നപ്പോഴും നമുക്കൊരു ആത്മസംതൃപ്തിയുണ്ട്. എന്താ കാരണം? അതിന്റെ അകത്ത് ആ സിനിമ പിടിച്ച അല്ലെങ്കിൽ സംവിധാനം ചെയ്ത ഈ പൃഥ്വിരാജ് പറഞ്ഞു 17 ഭാഗം 18 ഭാഗം നിങ്ങൾ കട്ട് ചെയ്തോ, പക്ഷെ കട്ട് ചെയ്ത അത്രയും ഭാഗം ഞാൻ യൂട്യൂബിലൂടെ പ്രദർശിപ്പിക്കും, ജനങ്ങളെ കാണിക്കും, നിങ്ങളുടെ കൊള്ളതായ്മ ആളുകളെ ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോ നമുക്കൊരു സന്തോഷം വന്നിരിക്കുക. അത് പറയാനല്ല ഞാനിപ്പോ വന്നത് ഇത്തരത്തിലുള്ള മുസ്ലിം ആസ്തിത്വത്തെ, മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, മുസ്ലിം സമുദായത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന, മുസ്ലിം സമുദായത്തിന്റെ കലിമത്തു ഷഹാദ ചോദ്യം ചെയ്യുന്ന, മുസ്ലിം സമുദായത്തിന്റെ ആരാധനകളെ പിടിച്ചെടുക്കുന്ന, മുസ്ലിം സമുദായത്തിന് സർവോപരി ഇന്ത്യയിൽ രക്ഷയില്ലാത്ത വിധം മുസ്ലിം സമുദായത്തെ പീഡിപ്പിക്കുന്ന, മുസ്ലിം സമുദായത്തെ നാടുകടത്താൻ ശ്രമിക്കുന്ന, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഭവ വികാസങ്ങള് ലോകം മുഴുവനും അറിയുമ്പോഴും, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റും അറിയുമ്പോഴും കേരളത്തിന്റെ ഒരു വിഭാഗം ഈ സംഭവം ഒന്നും അറിയുന്നില്ല. കേരളത്തിന്റെ ഒരു വിഭാഗം ഈ സംഭവം ഒന്നും അറിയുന്നില്ല. അവരിപ്പോഴും തർക്കത്തിലാണ്.
അവര് വഹാബികളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാ. അവര് എത്ര ശതമാനം വഹാബിയുണ്ട് എന്നുള്ള ശ്രമം നടത്തുക. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നാശകാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രഭാഷകൻ, അയാളുടെ ലക്ഷ്യം തന്നെ ഇവിടെ എത്ര വഹാബികളുണ്ട് എന്നാ അയാൾ കണക്ക് കൂട്ടുന്നത്. അയാൾക്ക് ഇവിടെയും ബോംബിടണമെന്നും അയാൾക്ക് പ്രശ്നമല്ല, ഗസയിൽ ബോംബിടുന്നതും അയാൾക്ക് പ്രശ്നമല്ല, ഫലസ്തീനി മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നതും അയാൾക്ക് പ്രശ്നമല്ല, ഇസ്രയേലി ജൂതന്മാര് വളരെ ക്രൂരമായ രീതിയിൽ ഗസയിൽ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകള് മരിച്ചു വീഴുന്ന സന്ദർഭവും ഇയാളെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഇയാൾക്ക് അപ്പോഴും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഹാബി ഹാബി ഹാബി. ഈ ഹാബി ഹാബി ഇയാൾക്ക് എപ്പം തുടങ്ങിയെന്നറിയാമോ? ഇയാള് കാസിനിയായി വണ്ടൂരിന്ന് ദേവബന്ദിന്ന് പുറത്തു വരുമ്പോഴോ ഇവിടെ വന്ന് ഖുർആൻ കച്ചവടം തുടങ്ങുമ്പോഴോ ഒന്നുമില്ല. അന്നൊന്നും ഇയാള് ഈ പറഞ്ഞ ഒരു വഹാബിനെയും തേടിപ്പോയില്ല. അന്നൊക്കെ ഇയാൾ വഹാബികൾക്ക് അനുകൂലമാ, അന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമാ, അന്നൊക്കെ തബ്ലീഗിന് അനുകൂലമാ. ഇവരൊന്നും ഒരു വലിയ നാശകാരി അല്ലെന്നാണ് അന്നൊക്കെ ഇയാൾ പ്രസംഗിച്ചു നടന്നത്. ഈ അടുത്ത കാലത്താണ് ഇയാൾക്കൊരു വിളിയാളം ഉണ്ടായത്, ഹാബി ഹാബി ഹാബി. എവിടെ നോക്കിയാലും, എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം ഒഹാബി ഒഹാബി മാത്രം. ഇപ്പൊ അതാണ് പുള്ളിയുടെ സ്ഥിതി. ഈ അടുത്ത ദിവസം ഒരു പ്രസംഗം നടത്തിയത് ഞാൻ കേൾക്കാനിടയായി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അപാകതകളോ നടത്തിപ്പിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നഭിപ്രായങ്ങളോ ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, എന്തൊക്കെ പറഞ്ഞാലും 100 വർഷത്തോളം പ്രവർത്തനം കാഴ്ചവെച്ച് സമുദായത്തിന്റെ തലപ്പത്തിരുന്ന് സമുദായത്തിന് ദിശാബോധം നിർണയിച്ചു കൊടുത്ത ഒരു വലിയ പണ്ഡിത സംഘടനയാണ് സമസ്ത ജംഇയ്യത്തുൽ ഉലമ എന്ന കാര്യം ആർക്കും തർക്കമില്ലാത്തതാണ്. ഇവിടെ മുജാഹിദുകാർക്കും തർക്കമില്ല, ജമാഅത്തെ ഇസ്ലാമിക്കും തർക്കമില്ല, ആ പറയപ്പെടുന്ന ആർക്കും തർക്കമില്ല. എന്തിനെപ്പറ്റി? സമസ്ത 100 വർഷമായി എന്നും 100 വർഷമായി ഈ മുസ്ലിം സമുദായത്തിന് ദിശാബോധം നൽകുന്ന ഒരു പണ്ഡിത സഭയാണെന്നും ആ സഭയോളം വലിപ്പമുള്ള മറ്റൊരു സഭ കേരളത്തിൽ ഇല്ലെന്നും ഇക്കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. അങ്ങനെയുള്ള പണ്ഡിത സഭയിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ചേരിതിരിവുണ്ട്, ഇതൊക്കെ ഉണ്ടാകാം. കാരണം അതൊക്കെ മനുഷ്യന്മാരല്ലേ, അതിലൊന്നും മഅസൂമികളല്ലല്ലോ. മുഷാവറ മെമ്പറാണെന്ന് പറഞ്ഞാൽ മഅസൂം എന്നാണോ അതിന്റെ അർത്ഥം? അല്ലല്ലോ, മനുഷ്യന്മാരെന്നല്ലേ. മനുഷ്യന്മാര് പ്രവർത്തിക്കുന്ന സംഘടനയാവുമ്പോൾ അഭിപ്രായം ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകും. അഭിപ്രായമുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ജനാധിപത്യ ആണത്തോടുകൂടെ അത് നടത്തുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പുറത്തറിയുകയും ചെയ്യും. അപ്പൊ ആ സമസ്തയെ ഭിന്നമാക്കി ആ സമസ്ത മുഴുവനും വഹാബിയാണ്, സമസ്തയിലുള്ളവരെ നിങ്ങളൊക്കെ സുന്നിയാണെന്ന് പറഞ്ഞ് കാന്തപുരം നേതൃത്വം കൊടുക്കുന്ന ആ AP സമസ്തയിലേക്ക് പോകണം, അതാണ് നിങ്ങൾക്ക് ഖൈറ് എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞില്ലെങ്കിലും ആ അർത്ഥം വരുന്ന ദ്വയാർത്ഥമുള്ള പ്രഭാഷണമാണ് ഈ കാസിനി ഇപ്പോൾ നടത്തുന്നത്. എന്താണ് ഞാൻ പറയുന്നത്? അദ്ദേഹം പറയുകയാണ്, സമസ്ത എന്ന് പറയുന്നത് ഇന്ന് സമസ്തയ്ക്കൊരു സുന്നി പ്രസിഡന്റ് ഉണ്ട്, ജിഫ്രി മുത്തുക്കോയ തങ്ങള്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് അതിന്റെ പ്രസിഡന്റാണ്. അതിനെക്കുറിച്ച് ഈ പ്രഭാഷകനായ കാസിനി പറയുന്നത് എന്താണ്? ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുന്നിയായ അവസാനത്തെ പ്രസിഡന്റാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇതെങ്ങനെ ഇയാൾക്ക് അറിയാൻ പറ്റുന്നത്? അതൊക്കെ എനിക്കറിയാം, ഞാൻ റഹ്മത്തുള്ളായ. അതൊക്കെ എനിക്കറിയാം, ഞാൻ റഹ്മത്തുള്ളായ. കുത്തുബി നേതൃത്വം കൊടുത്ത, കണ്ണിയത്ത് മഹാനവർ നേതൃത്വം കൊടുത്ത, മഹാനായ ശംസുൽ ഉലമ നേതൃത്വം കൊടുത്ത, മഹാനായ പാങ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ നേതൃത്വം കൊടുത്ത എന്ന് വേണ്ട ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിത ശ്രേഷ്ഠർ നേതൃത്വം കൊടുക്കുകയും സ്ഥാപിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത സമസ്തയാ
ആ സമസ്ത ജമിയത്തുലമയെ നോക്കിക്കൊണ്ട് ഇയാൾ പറയുക ജനങ്ങളോട്, ഇന്നത്തെ യുവാക്കളോട്, ഇന്നത്തെ യൂട്യൂബ് കാണുന്നവരോട്, ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ പ്രഭാഷണവും ശ്രദ്ധിക്കുന്നവരോട് ഇയാൾ പറഞ്ഞു കൊടുക്കുക, എന്ത്? സമസ്തയുടെ സുന്നിയായ അവസാനത്തെ പ്രസിഡന്റാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഈ തങ്ങളുടെ കാലം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് സുന്നിയില്ല. നിങ്ങൾ സുന്നിയാണെങ്കിൽ വേറെ പ്രസ്ഥാനം തേടിപ്പോക്കോ. ഈ പ്രസംഗത്തിന് അതല്ല അർത്ഥം, വേറെ എല്ലാ അർത്ഥമുണ്ട് ഇയാൾ പറയണം. ഞാൻ ആ ഉദ്ദേശമില്ല, എനിക്ക് ആ ഉദ്ദേശമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അയാൾ ആ ഉദ്ദേശത്തോടുകൂടി അല്ല പറഞ്ഞതെങ്കിൽ അയാൾ പറയണം. ഇപ്പോഴും ഞങ്ങളെപ്പോലെ കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന ആ ഒരൊറ്റ അർത്ഥമാണ്. എന്ത്? സുന്നത്ത് ജമാഅത്തിൽ സുന്നിയായ അവസാനത്തെ പ്രസിഡന്റ് സമസ്തയുടെ ജിഫ്രി തങ്ങളാണ്. അത് കഴിഞ്ഞാൽ അടുത്തു വരാൻ പോകുന്നതോ ഒരു റബ്ബർ സ്റ്റാമ്പായ ഒരു പ്രസിഡന്റ്. റബ്ബർ സ്റ്റാമ്പായ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്തു ആവോ ഏതോ ആവോ ഒന്നിനു കൊള്ളൂലാത്ത ഒരു പ്രസിഡന്റ്. ഒരു ചണ്ടിയായ ഒരു ഷണ്ഡനായ ഒരു പ്രസിഡന്റാണ് ഇനി വരാൻ പോണത്. അത് പ്രവചനം പുള്ളി നടത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രസിഡന്റോ അത് പക്ക വഹാബിയാണ്. ഇതെങ്ങനെയാണോ തനിക്ക് പറയാൻ കഴിയുന്നത്? എങ്ങനെ? നിങ്ങൾക്ക് എവിടെ നിന്നായി വഹയോ മറ്റുണ്ടോ? ഇന്നൽ വഹയ മുമ്പത്തും വഫാത്ത് റസൂലില്ല. അള്ളാഹു റസൂലിന്റെ വഫാത്തോടെ വഹയ മുറിഞ്ഞുപോയില്ലേ? ഇതെന്ത് വർത്തമാനമാണ് കാസിമി നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് വല്ല വഹയോ മറ്റുണ്ടോ? ഇന്നൽ വഹയ മുമ്പത്തും വഫാത്ത് റസൂലില്ല. അള്ളാഹു റസൂലിന്റെ വഫാത്തോടെ വഹയ മുറിഞ്ഞില്ലേ? നിങ്ങൾക്ക് വല്ല വഹയോ മറ്റുണ്ടോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പടവൃക്ഷങ്ങളായ 4 മദ്ഹബിലും ഒരുപോലെ പാണ്ഡിത്യമുള്ള 40 മുഷാവറ അംഗങ്ങൾ ഉണ്ട്. അതിന് ജില്ലാ കമ്മിറ്റികളുണ്ട്, താലൂക്ക് കമ്മിറ്റികളുണ്ട്, ശാഖാ കമ്മിറ്റികളുണ്ട്. 10,000-കണക്കിന് ആലിമീങ്ങൾ, സാധാരണക്കാർ, ഉമറാക്കൾ അതിൽ അണിനിരന്നിട്ടുണ്ട്, അതിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതിൽ 100 വർഷം പൂർത്തിയാക്കുകയുമാണ്. ആ സന്ദർഭത്തിൽ ആ സമസ്ത ജമിയത്തുൽ ഉലമയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ ആരാണ് ധൈര്യം തന്നത്? എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത്? നിങ്ങൾ ആ പറഞ്ഞ വാക്ക് ആഴത്തിലുള്ള ഒരു വാക്കാണ്. അത് വളരെ ഡീപ്പായ ഒരു വാക്കാണ്, വളരെ ആഴമുള്ള ഒരു വാക്കാണ് നിങ്ങൾ പറഞ്ഞത്. എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് അറിയുമോ? നിങ്ങൾ പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീർന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീർന്നു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാനവർകൾ സ്ഥാപിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മഹാരഥന്മാർ, തങ്ങന്മാർ, ഔലിയാക്കൻ, ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാര്, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര്, NK ഉസ്താദ്, ബഹുമാനപ്പെട്ട സംസ്ഥാനയുടെ ഇന്നത്തെ നേതാവായ സ്ഥാപകനായ സദഖത്തുള്ള മുസ്ലിയാര്, ബഹുമാനപ്പെട്ട നാദാപുരം ഓർ, ഇങ്ങനെ ആയിരക്കണക്കിന് തൊടാൻ ഒന്നു വേണം. അങ്ങനത്തെ ആലിമ്യങ്ങള് പണ്ഡിത ശ്രേഷ്ഠന്മാർ പടുത്തുയർത്തിയ ഒരു സംഘടനയാണ് സമസ്ത. ആ സമസ്തക്ക് കേരളത്തിൽ അടിവേരുണ്ട്. ആ സമസ്തക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ആ സമസ്തക്ക് ജനങ്ങളുടെ ഇടയിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. മഹല്ലുകളുടെ ഇടയിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. സമുദായത്തിനിടയിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ആ സമസ്ത ജമിയത്തുൽ ഉലമയിൽ ജനങ്ങൾക്കൊരു വിശ്വാസവുമുണ്ട്. ആ വിശ്വാസമുള്ള ജമിയത്തുൽ ഉലമയെ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് അതിന്റെ അവസാനത്തെ സുന്നി പ്രസിഡന്റാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അപ്പൊ ആ തങ്ങൾ മരിക്കുന്നതിന് മുമ്പിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവല്ലേ നല്ലത്? അതിൽ നിന്ന് രക്ഷപ്പെട്ട് വേറെ വല്ല സുന്നി പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചേരുവല്ലേ നല്ലത്? എന്റെ സുഹൃത്തെ, അങ്ങനെയല്ലേ നിങ്ങളാ പറഞ്ഞതിന്റെ മാന? എന്നിട്ട് നിങ്ങൾ അടിവരയിട്ട് പിന്നെ ഒന്നോടെ പറഞ്ഞല്ലോ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ശേഷവും ഇതിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ അടുത്ത് വരാൻ പോകുന്ന പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റബ്ബർ സ്റ്റാമ്പ് വന്നാലും പിന്നെയും ഈ സമസ്തയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും എന്ന് വാശി പിടിക്കുന്നവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. പിന്നീട് വരുന്ന പ്രസിഡന്റ് പക്കാ വഹാബിയാണ്.
അതുകൊണ്ട് ഒരൊറ്റ കാക്കാമാര് സുന്നികളെ അതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കണ്ട, നിങ്ങൾ സ്ഥലം വിട്ടോ എന്നാ ഈ കാസിമി പറഞ്ഞുകൊണ്ട് നടക്കണം. ഈ കാസിമി സമസ്തയെ ഉപദ്രവിക്കാതെ കൊല്ലങ്ങൾ കുറയായി. സമസ്തക്കാർക്ക് അത് മനസ്സിലാവാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ശംസുലുലമയുടെ പേര് പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ശംസുലുലമയുടെ പേര് പറയുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ. സുന്നി വിഭാഗത്തിന്റെ കാന്തപുരത്തിന്റെ സപ്പോർട്ടും പ്രത്യേകിച്ച് കിട്ടാനില്ലല്ലോ. എല്ലാ വഹാബിയാന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് 100% ഇയാളെ ഇഷ്ടമായി. കാര്യം ഇയാൾ അവരുടെ ആളല്ല, അവർ ഇയാളെ വിട്ട് വിശ്വസിക്കുകയില്ല. കാരണം ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു നാവും ഇയാളുടെ തന്നെയാണ്. അതുകൊണ്ട് അവര് വിശ്വസിക്കൊന്നുമില്ല. എന്നാലും അവർ വിശ്വസിക്കില്ലെങ്കിലും ഈ സമസ്തയെ ഒന്ന് പൊളിച്ചേ അടങ്ങൂ, ഞാൻ സമ്മതിക്കൂ എന്നൊരു തീരുമാനം അയാൾ എടുത്തിരിക്കുക. അതിന്റെ മുന്നോടിയായി ഇപ്പോഴത്തെ ഈ പ്രസ്താവന. സമസ്തയുടെ അവസാനത്തെ സുന്നി പ്രസിഡന്റാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അത് കഴിഞ്ഞൊരു പ്രസിഡന്റ് വരും, അത് റബ്ബർ സ്റ്റാമ്പാണ്. അത് കഴിഞ്ഞൊരു പ്രസിഡന്റ് വരും, അത് പക്ക വഹാബിയാണ്, പക്ക വഹാബി. റഫീഖ് സലഫിനെ പോലെയോ മറ്റേ മുസ്ലിയാക്കന്മാരെ പോലെയുള്ള വഹാബിയുടെ ഒരു മുസ്ലിയാരായിരിക്കും എന്ന് പറഞ്ഞാൽ അവരൊക്കെ വഹാബിയായി ഒരൊറ്റയെണ്ണം പോലും ഇല്ലാന്ന്. എന്താ ഉള്ളതൊക്കെ ഇങ്ങോട്ട് പോയി, സുന്നിയിലേക്ക്, ഒക്കെ സുന്നിയിലേക്ക് പോയി. അതുകൂടാതെയാണ് ഈയിടെ വേറെ ഒരു പ്രസ്ഥാനങ്ങളൊക്കെ പറഞ്ഞൊരു പ്രവചനം, എല്ലാം പ്രവചനമായിട്ട്. ഈ കാസിമി എന്ന് പറഞ്ഞ ആളൊരു വല്ലാത്ത സാധനമാണ്, വല്ലാത്ത പണ്ഡിതനൊക്കെ. ഭൂലോകത്തിന്റെ അള്ളാന്റെ സൂര്യന്റെ ചുവട്ടില് അല്ലെങ്കിൽ അള്ളാന്റെ ആകാശത്തിന്റെ ചുവട്ടില് ഇന്നുള്ളവരോ മൺമറഞ്ഞു പോയവരോ ആയ ഒരു ആലിമും ഈ കാസിമിയുടെ ഒപ്പം ഉണ്ട് എന്ന് പറയണ്ട. എല്ലാരെക്കാൾ മുകളിൽ കാസിമിയാണ്, യാതൊരു തർക്കമില്ല. ഇവിടെയുള്ള അബുൽ ഹസൻ അലി നദിവികൾ അംഗീകരിക്കില്ല, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ നസ്രത്തിനെ അവർ അംഗീകരിക്കില്ല, പട്ടിക്കാട്ട് ഉസ്താദന്മാരെ ആരെയാണ് അംഗീകരിക്കണേ? എന്റെ പ്രവചനം ഇഷ്ടം പോലെ നടത്തും. പകലിന്റെ സമസ്തയെ പ്രവചിച്ചു. 100 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന സമസ്ത ജംഇയ്യത്തുൽ ഉലമയെ പ്രവചനം നടത്തി കഴിഞ്ഞു. അതിന്റെ വരുമ്പരായി ഇങ്ങനെയാ വരാൻ പോണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പ്രവചനം പുള്ളി നടത്തിയിട്ടുണ്ട്. അതെന്തറിയോ? ഇപ്പൊ ഞാനീ പറയണതൊക്കെ നിങ്ങൾക്ക് കാണാം. ബഹുമാനപ്പെട്ട കാസിമി തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്ക്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്ക്. സമസ്തയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്ക്. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് വ്യത്യാസവും. ഞാൻ അദ്ദേഹത്തിന്റെ പേരിൽ കറ്റുകെട്ടി പറയുന്നില്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ കളവും പറയുന്നില്ല. ആ കാസിമി പ്രസംഗിച്ച അതേ പ്രസംഗമാണ്. നിങ്ങൾ കേട്ടോളൂ, കേട്ടോളൂ പറയുന്നുണ്ടത്. അടുത്ത സമസ്തയുടെ പ്രസിഡന്റ് ഒരു വഹാബി റബ്ബർ സ്റ്റാമ്പായിരിക്കും. അതിനുശേഷമുള്ള പ്രസിഡന്റ് പക്ക വഹാബി ആയിരിക്കും. നിങ്ങൾ എഴുതി വെച്ചു. ഇജാരാത് പറയാൻ ഞാൻ റഹ്മത്തുള്ള. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ആ പറച്ചിൽ കഴിഞ്ഞു. അതൊരു പ്രവചനമാണ്, സമസ്തയെ സംബന്ധിച്ചുള്ള പ്രവചനം. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവചനമുണ്ട്. അതും നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞതിന് ശേഷം ഞാനത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രവചനം നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതെന്താണ് അദ്ദേഹത്തിന്റെ പ്രവചനം? ഇമാമുൽ അഅ്ളം ഇമാം അബൂ ഹനീഫ 4 മദ്ഹബുകളിൽ ഏറ്റവും കൊള്ളാവുന്ന ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും ഉയർന്ന മദ്ഹബ് എന്ന് പറയുന്ന ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി ഇമാം അവരുടെ മദ്ഹബാണ്. ആ മദ്ഹബിലാണ് ഔലിയാക്കന്മാരിൽ 90%. അങ്ങനത്തെ ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിലുള്ള സാധാരണക്കാരിൽ 80% വഹാബികളാണ്. കാല റഹ്മത്തുള്ളാഹി കാസിമിയുടെ പ്രവചന ഞാൻ പറഞ്ഞതല്ല. റഹ്മത്തുള്ളാഹി കാസിമി പറയുകയാണ്, കേരളല്ലേ ഈ ലോകത്തെയാണോ കേരളത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, പ്രവചനം ഇങ്ങനെയാണ്. ഇമാം അബൂ ഹനീഫ ഹനഫി മദ്ഹബിൽ ഉള്ള ആളുകളിൽ സാധാരണക്കാരിൽ 80% വഹാബികളാണ്. ഭൂലോകത്ത്
ആകെ 20% ഇമാം അബൂ ഹനീഫയിൽ സുന്നികളുള്ളൂ. ബാക്കിയൊക്കെ വഹാബികളാണ്. അല്ല, പ്രവചനമാണ്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം, ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പൊ ഇമാം അബൂ ഹനീഫയിൽ 20% സുന്നികളുള്ളൂ, 80% സാധാരണക്കാരും വഹാബികളാണ്. അബൂ ഹനീഫയുടെ കാര്യം അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഹംബലി മദ്ഹബിലോ, ഹംബലി മദ്ഹബിൽ 90% ആളുകളും വഹാബികളാണ്. പ്രവചനമാണ്, റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പ്രവചനമാണ്. ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ റഹ്മത്തുള്ളാഹി ഖാസിമി പറഞ്ഞു എന്ന് ധൈര്യമായി പറയാനാണ് ആള് പറയുന്നത്. അപ്പൊ റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പ്രവചനമാണ് എന്ത്? ഹംബലി മദ്ഹബിൽ 90% ആളുകളും വഹാബികളാ, 10% സുന്നിയുള്ളൂ. ഇമാം മാലിക്കി മദ്ഹബിൽ 30% വഹാബികളാ, 70% അള്ളാന്റെ തൗഫീഖുള്ള സുന്നികളുണ്ട്. ഏതായാലും 70% സുന്നികളുള്ള ഒരു മദ്ഹബ് മാലിക്കിയുടെ മദ്ഹബ് മാത്രമേ ഉള്ളൂ. ഇമാം മാലിക്കിയുടെ മദ്ഹബിൽ മാത്രമേ 70% സുന്നിയുള്ളൂ, ബാക്കി 30% അതിൽ വഹാബികളാ. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിന്റെ ഇമാമിന്റെ മദ്ഹബിൽ ഉള്ള ആളുകളിൽ 90% ആളുകളും വഹാബികളാ, 10% അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് സുന്നികൾ. ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി മഹാനവറുകളുടെ മദ്ഹബിലോ 80% സാധാരണക്കാരും വഹാബികളാ. ഇതൊക്കെ പ്രവചനമാണ്. ഇതൊക്കെ പ്രവചനം ചെയ്യുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഏതിന്റെ അടിസ്ഥാനത്തിൽ, എവിടെ നിന്ന് കിട്ടി ഈ പ്രവചനം? ഈ നാളെ നടക്കാൻ പോകുന്ന കാര്യം ഇന്നെങ്ങനെ പറയാൻ കഴിയുന്നു? നാളെ സമസ്തയുടെ പ്രസിഡന്റ് ജീവിച്ചിരിക്കുന്ന ജിഫ്രി മുത്തുക്കായ തങ്ങൾ സയ്യിദ് അവർ മരിക്കണ്ടേ? അവർ മരിച്ചതിന് ശേഷം ഒരാൾ പ്രസിഡന്റ് ആവണ്ടേ? ആ ആള് ഒരു റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റാണെന്ന് ഇയാൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അതും കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന പ്രസിഡന്റ് പക്ക വഹാബിയാണെന്ന് ഇയാൾക്ക് എങ്ങനെ പറയാൻ കഴിയും? വരാൻ പോണ കാര്യമല്ലേ? വരാൻ പോണ കാര്യം ഇങ്ങനെ പറഞ്ഞു വെക്കാൻ ഇയാൾ ആരാണാവോ? അതർവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു പോയ പല കാര്യങ്ങളും ഉണ്ട്. അതിനുശേഷം പോയി കേൾക്കണത് ഇയാളെ പറ്റി ആദ്യമായിട്ട് വരാൻ പോകുന്ന സംഗതികൾ തീർത്ത് ഇങ്ങനെ പറഞ്ഞു വെക്കുക. ഇതെന്ത് പ്രവചനം? ഇതെന്ത് പ്രവചനം? ഈ സമസ്തയെ കുറിച്ചുള്ള അദ്ദേഹം പറഞ്ഞതും എന്റെ വകയല്ല, അദ്ദേഹത്തിന്റെ വകയാ, നിങ്ങളെ കേൾപ്പിച്ചു. ഇനി അദ്ദേഹം മദ്ഹബുകളിൽ ഉള്ള വഹാബികളുടെ കാര്യം പറഞ്ഞത് എന്റെ വകയല്ല, എന്റെ ഒരു വാക്കും അതിലില്ല. അത് റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ കേട്ടു നോക്ക്. 80% ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ വഹാബികൾ. ഹനഫികളായ 80% സാധാരണക്കാർ വഹാബികൾ. ഹംബലി മദ്ഹബിൽ 90% വഹാബികൾ. മാലിക്കി മദ്ഹബിൽ 30% വഹാബികൾ. ചെറിയൊരു ശതമാനം ആണെങ്കിലും ഷാഫി മദ്ഹബിലും വഹാബികൾ. അസ്ഹറിലെ കെട്ടിടങ്ങൾ, പഴയ കെട്ടിടങ്ങളെല്ലാം വഹാബികൾ പുതുക്കി പണിതു, പണം കൊടുത്തു. അപ്പോൾ അസ്ഹറിലെ പണ്ഡിതന്മാർ മെല്ലെ മെല്ലെ ഒരു അയഞ്ഞ നായായി. അത് പറയുന്ന ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിൽ 80% സാധാരണക്കാർ വഹാബികളാണ്, 20% ഉള്ളൂ സുന്നികൾ അവിടെ ഇവിടേക്കായിട്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിലോ 90% വഹാബികളാണ്, 10% അവിടെ ഇവിടേക്കുണ്ട്. ഇമാം മാലിക്കി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബോ അതിലൊരു 30% ഉണ്ട്, ബാക്കിയുള്ളതൊക്കെ 70% സുന്നികള്, ബാക്കി 30% അവിടെ എത്ര കുറവ്. ഷാഫി മദ്ഹബിന്റെ കണക്ക് പുള്ളിക്ക് കിട്ടിയിട്ടില്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. അത് വ്യക്തമായിട്ട് പറയുന്നില്ല, വിഴുങ്ങിയാ പറയുന്നത് ഷാഫി മദ്ഹബിന്റെ കാര്യം. ഈ സമയത്ത് പെര കത്തുമ്പോ വാഴ വെട്ടാൻ പോയി എന്ന് പറഞ്ഞതുപോലെ പെര കത്തുമ്പോ വാഴ വെട്ടാൻ പോകുന്ന ഒരാള്, പെര കത്തുമ്പോ വാഴ വെട്ടാൻ പോകുന്ന സ്വഭാവമല്ലേ ഖാസിമി നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്? നിങ്ങൾ മരിച്ചാൽ കുഴിച്ചിടാനുള്ള സ്ഥലമുണ്ടോ? കുഴിച്ചിടാൻ സ്ഥലം വേണ്ടേ? അതാണ് നിങ്ങൾ തട്ടിയെടുത്തോണ്ട് പോകാൻ പോവുക. മനസ്സിലായോ? നിങ്ങളും നിങ്ങളെ പോലെയുള്ളവരും ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്ന ഈ സമുദായത്തിന് 100 കണക്കിന് 1000 കണക്കിന് ഏക്കറുകളോ
കുഴിച്ചിടാൻ വേണ്ടി നീക്കി വെച്ചേക്കുവാണെന്നും അത് ശരിയല്ലെന്നും കുഴിച്ചിടേണ്ട കാര്യമില്ലെന്നും എല്ലാത്തിനെയും കത്തിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അവസാനം വരും എന്ന് പറഞ്ഞ പാർട്ടി വന്നുകൊണ്ടിരിക്കുക. അത് കയറി തലയുടെ മുകളിൽ കിടത്തിയിട്ടും നിങ്ങൾക്കൊക്കെ നേരം വെളുത്തിട്ടില്ല. നിങ്ങൾ അപ്പോഴും വഹാബിനെ കണ്ടുപിടിക്കാൻ നടക്കുക, നിങ്ങൾ അപ്പോഴും മൗദൂദിനെ കണ്ടുപിടിക്കാൻ നടക്കുക, നിങ്ങൾ അപ്പോഴും തബ്ലീഗിനെ കണ്ടുപിടിക്കാൻ കഴിയുക. നിങ്ങൾ ആരുടെ ശത്രുവോ? ഇസ്ലാമിന്റെ ശത്രുവോ? നിങ്ങൾ ആരുടെ ശത്രുവോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ സമയത്തെ പെര കത്തുമ്പോ വാഴ വെട്ടാൻ പോവുക, തലയ്ക്ക് വീതം വെള്ളം വന്നേക്കുക, അപ്പോഴും അടുത്ത വീടിന്റെ ശത്രുത അന്വേഷിച്ചു തുടങ്ങണം. കാര്യം മനസ്സിലാകില്ല നിങ്ങൾക്ക്. നിങ്ങളെ കുഴിച്ചിടാൻ ഇനി സ്ഥലമില്ലാന്ന്. കുഴിച്ചിടാൻ വേണ്ടി കാരണവന്മാർ ഒക്കപ്പ് ചെയ്ത കാരണവന്മാർ മുൻഗാമികള് ഒക്കപ്പ് ചെയ്ത സ്ഥലമുണ്ടല്ലോ, പള്ളിക്ക് വേണ്ടി, യതീംഖാനയ്ക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി. ആ ഒക്കപ്പെല്ലാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ഓർഡർ കൊടുത്തുകൊണ്ട് ഒക്കപ്പ് ഭേദഗതി ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ കാര്യം വല്ലതും അറിഞ്ഞോ? കാസിനി, നിങ്ങൾ വഹാബിനെ അന്വേഷിച്ചു പോയി. ഇമാം അബൂ ഹനീഫയിൽ എത്ര ശതമാനമുണ്ട്? അഹ്മദ് ബിൻ ഹംബലിൽ എത്ര ശതമാനം വഹാബിയുണ്ട്? ഇമാം ഷാഫിയിൽ എത്ര ശതമാനം ഉണ്ടെന്ന് നിങ്ങൾ ഈ ശതമാനം എണ്ണിക്കൊണ്ട് നടക്കുക. അങ്ങനെ എണ്ണിക്കൊണ്ട് നടക്കുമ്പോൾ നിങ്ങളെ കുറിച്ചിടാനുള്ള സ്ഥലമോ മറ്റവരെടുത്തോണ്ട് പോയി. ബിജെപിക്കാർ കൊണ്ടുപോയി. മമ്പുറം പള്ളിയെ കുറിച്ചൊരു പരാതി നാളെ എഴുതി കൊടുക്കുക. ഒരുത്തൻ മമ്പുറം പള്ളിയെ കുറിച്ചൊരു പരാതി എഴുതി കൊടുക്കുക. ഇതിന് ചെറിയ ആധാരത്തിൽ സംശയമുണ്ട്, ഞങ്ങളുടെ അപ്പൂപ്പന്റെ വകയാണെന്നാ തോന്നണെന്ന് പറഞ്ഞ് ഒരു കത്തം എഴുതി കൊടുത്താൽ മലപ്പുറം ജില്ലാ കളക്ടറോ അതിന് വിധി പറഞ്ഞാൽ പിറ്റേ ദിവസം പൂട്ടും. ശ്രീ തലവി മമ്പുറമെന്ന് പറഞ്ഞത് കാര്യമില്ല. അറിയാമോ? അത് തന്നെ മൂത്തയിടത്തെ നിങ്ങളുടെ പള്ളിയുടെ സ്ഥിതി. ആരെങ്കിലും ഒരുത്തൻ കയറി ഒരു ചെറിയൊരു കടലാസിൽ എഴുതി കളക്ടർക്ക് കൊടുത്താൽ അന്വേഷണം പോലും ഇല്ലാതെ അത് പൂട്ടാനുള്ള അധികാരം കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അഥവാ ബിജെപിയുടെ കയ്യിലുണ്ട്. ആ ബിജെപി നിങ്ങളെയും എന്നെയും ഈ സമുദായത്തെയും വേട്ടയാടുമ്പോൾ, കൊന്നുകുഴിച്ചിടാൻ ശ്രമിക്കുമ്പോൾ, നാട് കടത്താൻ നോക്കുമ്പോൾ, ഈ സമുദായത്തിന്റെ കോടിക്കണക്കിന് സ്വത്തുക്കൾ പിടിച്ചെടുക്കുമ്പോൾ, ഈ സമയത്ത് പെര കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാഴ വെട്ടാൻ പോകുന്ന കാസിനി, നിങ്ങൾക്ക് വെളിവില്ലേ? നിങ്ങൾക്ക് എന്നാ ഇനി വെളിവുണ്ടാകുന്നത്? ഞങ്ങൾ ഈ സമുദായത്തിൽ പേടിച്ചോണ്ടിരിക്കുക. പേടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്ന് ഏകസിൽ കോടൊക്കെ വന്ന് എന്റെ മക്കളെയൊക്കെ കത്തിക്കണ കാലം വന്നാൽ, ഞങ്ങളെ ആലിമീങ്ങളെയൊക്കെ കത്തിക്കണ കാലം വന്നാൽ, ഓ പടച്ചവനെ അല്ലാ എന്ന് ഞങ്ങൾ പേടിക്കുക, ഭയപ്പെടുക, ഞങ്ങളെ കരയുക. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എറണാകുളം ജില്ലയില് ഈ വരുന്ന 25-ാം തീയതി വഖഫ് സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുക. ആരാണെന്നറിയാവോ? കാസിനി, ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന AP വിഭാഗം സമസ്തയും ജിബ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന EK സമസ്തയും തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി നേതൃത്വം കൊടുക്കുന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയും നദീം മൗലവി മമ്പാട് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ജമിയത്തുൽ ഉലമയും ഈ കേരളത്തിലെ പ്രബലമായ 4 സുന്നി സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് മറ്റുള്ള മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ കത്തുകൊടുത്ത് ക്ഷണിച്ച് ഒരു യോഗം മണപ്പാട് ഞങ്ങള് എറണാകുളം ടൗണിൽ സംഘടിപ്പിച്ചിരിക്കുക. ഈ 25-ാം തീയതി അതിന് ആളുകൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. അതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാർ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പാണ്ടിക്കടവ് PK കുഞ്ഞാലിക്കുട്ടി എന്ന ഇസ്ലാമിന്റെ ഇസ്സത്താകുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ ഞങ്ങള് ആ കടപ്പുറത്തേക്ക് 16-ാം തീയതി വഖഫ് ബോർഡ് സംരക്ഷണ സമിതി ഒരു സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും കോഴിക്കോട്ട് വെച്ചിരിക്കുക. 16-ാം തീയതി ആളുകളെ അങ്ങോട്ട് സംഘടിപ്പിക്കുക. അല്ലാതെ വഹാബിയുടെ ലാബിൽ കൊണ്ട് വഹാബി എത്ര ശതമാനമുണ്ട്,
ഹനഫി മദ്ഹബിൽ എത്ര ശതമാനം ഉണ്ടെന്ന് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്ന പണിയായിട്ട് കറങ്ങി നടക്കാതെ നേരെ ചൊവ്വിന് ചിന്തിക്ക് കാസിമി. വിവരം ഉണ്ടായിട്ട് എന്ത് കാര്യം? ചിന്താശക്തി നേരെ പോകുന്നില്ലെങ്കിൽ അത് പാളിച്ച തന്നെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.